ഇന്നെന്താ കുടുവിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോവാണ് ഗൈസ്. അപ്പോൾ പഴയ പോലെ തന്നെ നമ്മൾ ബോട്ടിൽ കയറി. ശിവയുണ്ട് ടോളായിട്ടാണ് പോകുന്നത്. ആൾ സെഞ്ചട്ടിയിൽ നിന്ന് കയറും. കഴിഞ്ഞ ദിവസം ഞാൻ ബാഗ് കാണിച്ചില്ല, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ശിവ വന്നിട്ടുണ്ട്. ആളിതാ ബോട്ടിൽ കയറിയിട്ട് എന്നിടയ്ക്ക് വന്നപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ശരിക്കും പ്ലിങ്ങിയത്. കാരണം അവൾ പറഞ്ഞു, ചേച്ചി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ബാഗ് എടുക്കൂലായിരുന്നു. ഇതിപ്പോൾ രണ്ടുപേരും ഒരേപോലത്തെ ബാഗ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകണ അവസ്ഥയാണ് ഗൈസ് ഞങ്ങൾക്ക് അപ്പം തോന്നിയത്. അങ്ങനെ തന്നെ ഞങ്ങളതൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഞങ്ങൾ ടൗണിലേക്ക് പോകണം ഗൈസ്. വണ്ടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ 0 വന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ടാണ് പോയത്. ഫസ്റ്റ് നമ്മൾ നഴ്സറിയിലോട്ടാണ് വന്നത്. നമ്മൾ ബന്ധിത്തയും കുറച്ച് പച്ചക്കറി തൈയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് വന്നത്. അപ്പോൾ ബന്ധിത്തൈ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പോൾ അത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി തൈയൊക്കെ വാങ്ങിച്ചിട്ടോ, മുളക്, പിന്നെ പടവലം, അച്ചിങ്ങ, എൻ്റെ പയർ, അതിൻ്റെയൊക്കെ കുറച്ച് തൈകളും വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ വക പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നേരത്തെ ഞങ്ങൾ ബന്ധികൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു, കൃഷിയായിട്ടൊന്നും അല്ല, ജസ്റ്റ് ഞാൻ ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന സമയത്ത് ചുമ്മാ കയറിയതാണ്. അപ്പം അങ്ങനെ കണ്ട് കുറച്ച് തൈകൾ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടു. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പൂക്കൾ കിട്ടിയിട്ട് കുറേ ഞങ്ങൾ അമ്പലത്തിൽ കൊടുത്തു. അതുപോലെ ഓണ സമയത്തും കുറേ പൂ കിട്ടി. അതും അല്ലാണ്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ഒത്തിരിയൊന്നുമില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് റംബൂട്ടാൻ നിൽക്കുന്നത്. ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ശിവയ്ക്കും ഇഷ്ടമാണ്. വില നോക്കിയപ്പോഴത്തേനും 1 കിലോ 80 രൂപ പറഞ്ഞ്. ഞങ്ങൾക്ക് കുറച്ച് നമുക്ക് ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞത് കാരണം ആൾ 50 രൂപയ്ക്ക് തന്നിട്ട് അങ്ങനെ അതും വാങ്ങി ഹാപ്പി ആയിട്ട് ഞങ്ങൾ SM-ലോട്ടാണ് വന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ശിവയുടെ പോലെ എപ്പോഴും SM കയറും. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഒന്നും വാങ്ങില്ല ഗൈസ്, തിരിച്ചു പോന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വളവും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത്, ഗ്രോ ബാഗും അങ്ങനെ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ മുല്ലിക്ക് തന്നെയുള്ള പിന്നെ ഗ്രീൻ ഫീൽഡ് അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള കടലിൽ കയറിയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ പിന്നെ മുല്ലിക്ക് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറി. നമുക്ക് ഗ്രാൻഡായിട്ടുള്ള വലിയ ഇതൊന്നുമില്ല, ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല, ഹെവി ആയിട്ടുള്ളതൊന്നും കഴിച്ചില്ല, ജസ്റ്റ് ലൈം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയത്. കാരണം ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഓൾറെഡി ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ച് പപ്സും ഒരു ലൈമും കുടിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞില്ല അലലപാടി ഞങ്ങൾ തിരിച്ചു പോരാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ലേക്ക് പാലസ് റോഡാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് നല്ല വൈബാണ് ഗൈസ്, കാണാൻ നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ലോ മോഷനിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, കണ്ണടി കൂടി കുറച്ച് ഇതൊക്കെ കാണിച്ചു. നേരെ ഞങ്ങൾ ബോട്ട് തിയേറ്ററിലോട്ട് വന്നിട്ടോ. വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു, കണ്ടില്ലേ ഇതേപോലത്തെ കുറച്ച് അലക്ലൂസ് വീഡിയോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇതാ ശിവ അവിടെ നിന്നിട്ട് ഷോ കാണിക്കുകയാണ് ഗൈസ്, അത് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ബോട്ട് വന്നത്. ആ ബോട്ടിൽ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വരുന്ന വഴിക്ക് ഞങ്ങൾ ലൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പാർലൈസ്, അതും പിന്നെ റംബൂട്ടാൻ ഉണ്ടായിരുന്നല്ലോ അതും കഴിച്ചു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും ശിവയ്ക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി. അങ്ങനെ അവളിറങ്ങി. ഇന്ന് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വള്ളങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ഹൗസ് ബോട്ടുകളുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇപ്പോൾ ശീലം എല്ലാം ദിവസം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ബോട്ടിറങ്ങിയതാ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.